ഇപ്പൊ G7 ഉച്ചകോടി ഈ പ്രാവശ്യം ഈ പറയുന്നത് പോലെ കാനഡയിൽ വെച്ചാണ് നടക്കുന്നത്. അതിനകത്ത് മോദിയെ വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ മോദിയെ പങ്കെടുപ്പിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ മോദി വിളിച്ചാലും പോകാൻ സാധ്യതയില്ല എന്നുള്ളൊക്കെ രീതിയിലേക്ക് പല രീതിയിലേക്കുള്ള വാർത്തകളാണ് ഇന്റർനാഷണൽ മാധ്യമത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കാനഡയും മോദിയുമായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം അത്ര നല്ലതല്ലാത്തത് കൊണ്ട് ആ നയതന്ത്ര ബന്ധം വഷളായ ട്രൂഡോയുടെ പാർട്ടി തന്നെയാണ് ഇപ്പൊ ഭരിക്കുന്നത്. കാർണി ആയാലും ശരി വിളിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ. അതുകൊണ്ട് G7 ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കുന്ന ഒരവസ്ഥയിൽ ഇനി അഥവാ വിളിച്ചാൽ തന്നെ മോദിക്ക് കാനഡയോട് താല്പര്യമില്ല. കാരണം സിന്ദൂരിൽ പോലും ലോകത്തുടനീളമുള്ള ഭൂരിപക്ഷം രാജ്യങ്ങളും നമ്മൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുമ്പോൾ നമ്മൾക്കെതിരായിട്ട് ഉള്ള നിലപാട്, അല്ലെങ്കിൽ നിലപാടില്ലാത്ത രാജ്യമായിട്ട് നിന്നെന്ന് തോന്നിക്കത്തക്ക രീതിയിലേക്ക് നിന്ന ഒരു രാജ്യമാണ് കാനഡ. അപ്പൊ അതുകൊണ്ട് വിളിക്കാൻ സാധ്യതയില്ലെന്ന് പറയുന്നു. അത്തരത്തിൽ മോദി വിളിച്ചാലും പോകത്തില്ലെന്ന് പറയുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം കാനഡയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി വിളിക്കുകയും മോദി പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ വലിയ ചർച്ച, ലോകത്തുടനീളമുള്ള ചർച്ച ഓട്ടോമാറ്റിക്കലി വരും. മോദിയെ പോലെ ഒരു നേതാവ് എന്തുകൊണ്ട് G7 വരുന്നില്ല? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.